ദക്ഷിണേന്ത്യയിലെ ആദ്യ റീജനറേറ്റീവ് മെഡിസിൻ സെന്ററാണ് കൊച്ചി വെണ്ണലയിലെ റീജൻ കെയർ. രോഗം, അപകടങ്ങൾ, വാർദ്ധക്യം തുടങ്ങിയ കാരണങ്ങളാൽ നഷ്ടപ്പെട്ട ടിഷ്യൂ അല്ലെങ്കിൽ അവയവങ്ങളുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുന്നതാണ് ചികിത്സ. ലഹരിക്കും ആക്രമണങ്ങൾക്കുമെതിരായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് റീജൻ കെയറിന്റെ പൂർണ്ണ പിന്തുണ. ഇപ്പൊ ഒരു യൂത്തിനെ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നതിന്റെ അല്ല, അവർക്ക് അതിൽ നിന്ന് മാറണമെങ്കിൽ അവർക്കൊരു ഇപ്പൊ ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക, ആ തരത്തിലുള്ള ഒരു ആ ഹോർമോണൽ ചേഞ്ചസ് അവർക്ക് ലഹരി അല്ലാത്ത വേറെ അഡിക്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് സ്കൂളിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. നമ്മൾ പേഷ്യൻസിൻ്റെ നീഡ് ആദ്യം മനസ്സിലാക്കും. അവർക്കിപ്പോൾ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനെ സ്പെസിഫിക്കലി നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് അതായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ ഇനീഷ്യലി മരുന്നുകൾ തന്നെ നമ്മൾ സ്കിന്നിനെ ബെറ്റർ ആക്കാനുള്ള മരുന്നുകൾ തന്നെ കൊടുക്കും. പ്ലസ് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും നമ്മളിവിടെ കൂടുതൽ ചെയ്യുന്നുണ്ട്. മോഡേൺ മെഡിസിനിലെ നൂതന ചികിത്സാ രീതികൾ ഒന്നാണ് പുനരുജ്ജീവന ചികിത്സ അഥവാ റീജനറേറ്റീവ് മെഡിസിൻ. രോഗിയുടെ തന്നെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് വേണ്ടിയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്യും. ഇത് നമ്മൾക്ക് ഏറ്റവും എങ്ങനെയാണ് റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് സെപ്പറേറ്റ് ചെയ്താൽ പോരാ. അതിൽ ഈൽഡ് എന്ന് പറയും. നമ്മൾക്ക് എത്ര സെല്ല് കൗണ്ട് ചെയ്യണം, അങ്ങനെ സെൽ കൗണ്ടേഴ്സ് എല്ലാം ഉണ്ട്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വേണം നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് ഈൽഡ് വെറുതെ ഗുണം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ വെറുതെ PRP എന്ന് പറഞ്ഞാൽ കുത്തിവെച്ച് അങ്ങനെ ഗുണം കിട്ടത്തില്ല. അപ്പോൾ എത്ര സെല്ലുണ്ട്, ഒരേ പ്രായത്തിനനുസരിച്ചിട്ട് എത്ര ഗ്രോത്ത് ഫാക്ടേഴ്സ് വേണം, എത്ര വെയിറ്റിനനുസരിച്ചിട്ട് എത്ര ടൈപ്പ് വേണം. ഇപ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള മരുന്ന് ആസ്പിരിൻ, ക്ലോപ്ലെറ്റ് കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള മെഷീൻസും സ്പിന്നും എല്ലാം വ്യത്യാസം. ശസ്ത്രക്രിയ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ചികിത്സാ രീതിയിൽ സമയനഷ്ടവും ശസ്ത്രക്രിയക്കുള്ള ഭാരിച്ച ചിലവും ഒഴിവാകുന്നു. കാലിന്റെ മുട്ട ഓപ്പറേഷൻ ചെയ്ത ഈ ഡോക്ടറുടെ ഞാനൊരു മകനെ പോലെയാണ് കണ്ടിരിക്കണത്. ഇപ്പൊ കൈക്ക് പെട്ടെന്ന് ഒരു പാടുകേട് വന്നത് കാരണം ഇവിടെ വന്നതാണ്. ഇപ്പൊക്കെ ഓക്കെ. 2 ലക്ഷം രൂപ എടുത്തിട്ട് നിൽക്കുക. ഇവിടെയും ഒരു 7 മാസത്തിന് മുമ്പ് ഒരുപാട്, ഇപ്പൊ എനിക്ക് 7 മാസത്തിന് മുമ്പ് എടുത്താൽ ഒരുപാട് കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും കൊല്ലത്ത് ഇവിടം വരെ വന്നതാ. ഇതിനു വേണ്ടി 10 ദിവസത്തെ അവധിക്ക് വന്നതാ. ഞാൻ കളിച്ചോണ്ട് ഫുട്ബോൾ കളിച്ചപ്പോഴേക്കും പറ്റിയ ചെറിയൊരു പണി കിട്ടിയതാണ്. പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റണ്ടെങ്കിൽ മടങ്ങാനൊക്കെ പറ്റണ്ടായി. ട്രീറ്റ്മെന്റ് എടുത്താട്ടോ മാറി. 9 വർഷത്തോളായി. ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ മടി കൊണ്ടുള്ള കളിക്കാനുള്ള തടി വെച്ച് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട്. സ്മാർട്ട് യുവ ഡോക്ടേഴ്സായി ഇരുവരും സിനിമാ മേഖലയിലും സജീവമാണ്. പല സിനിമകളിലും നിർമ്മാണ പങ്കാളികളാണ് ഈ ഡോക്ടർ ദമ്പതികൾ. 24 കൊച്ചി.